എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പറ്റിയും ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഒന്നായ ഉപരിസഭ അഥവാ ഹൗസ് ഓഫ് ലോർഡ്സിനെ പറ്റിയുമാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ വളർച്ചയെപ്പറ്റി ആദ്യം തന്നെ പറയേണ്ടതുണ്ട്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ വളർച്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ വളർച്ച എന്നത് സാവധാനവും അതുപോലെ തന്നെ സ്വാഭാവികവും ആയിരുന്നുവെങ്കിലും ചിലപ്പോഴെല്ലാം തന്നെ അത് തികച്ചും ആകസ്മികവും അതുപോലെ തന്നെ പെട്ടെന്നും സംഭവിച്ച ഒന്നായിരുന്നു. കൂടാതെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിർമ്മിക്കാൻ കഴിയാത്തതായിട്ട് ഒരു നിയമവുമില്ല എന്നാണ് പറയപ്പെടുന്നത് തന്നെ. മാത്രമല്ല ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനം അഥവാ ബ്രിട്ടീഷ് പാർലമെൻറ്റ് സംവിധാനം എന്നത് ദ്വിമണ്ഡല സിദ്ധാന്തത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് 2 മണ്ഡലമാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കുക. അതായത് ഹൗസ് ഓഫ് ലോർഡ്സും അതുപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസും. ഓക്കെ, എന്താണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ വളർച്ച എന്നത് സാവധാനവും സ്വാഭാവികവും ആയിരുന്നുവെങ്കിലും ചിലപ്പോഴെല്ലാം തന്നെ അത് ആകസ്മികവുമായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ നിർമ്മിക്കാൻ കഴിയാത്തതായിട്ട് ഒരു നിയമവുമില്ല എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് സമ്പ്രദായം ദ്വിമണ്ഡല സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ്. കൂടാതെ ഈ ദ്വിമണ്ഡല സമ്പ്രദായം പൂർണ്ണമായിട്ടും ബ്രിട്ടനിൽ സ്വീകരിക്കപ്പെട്ടത് ഏതാണ്ട് എഡ്വേർഡ് മൂന്നാമൻ്റെ ഭരണം കഴിഞ്ഞതോടുകൂടിയാണ്. ഓക്കെ, ചുരുക്കത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ പ്രഭുസഭ അഥവാ ഹൗസ് ഓഫ് ലോർഡ്സ് എന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധോസഭ ഹൗസ് ഓഫ് കോമൺസ് അഥവാ പൊതുസഭ എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് 2 സഭകളുണ്ട്. അതിലൊന്നാണ് ഹൗസ് ഓഫ് ലോർഡ്സ്, അത് പ്രഭുസഭ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സഭയാണ് ഹൗസ് ഓഫ് കോമൺസ്, അത് പൊതുസഭ എന്നാണ് അറിയപ്പെടുന്നത്. എഡ്വേർഡ് മൂന്നാമൻ്റെ ഭരണം കഴിഞ്ഞതോടുകൂടിയാണ് ഈ ദ്വിമണ്ഡല സമ്പ്രദായം പൂർണ്ണമായിട്ടും ബ്രിട്ടനിൽ സ്ഥാപിക്കപ്പെട്ടത്. മാത്രമല്ല ബ്രിട്ടീഷ് പാർലമെൻറ്റിന് നിർമ്മിക്കാൻ കഴിയാത്തതായിട്ട് ഒരു നിയമവുമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഹൗസ് ഓഫ് ലോർഡ്സിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ഹൗസ് ഓഫ് ലോർഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലെ അംഗസംഖ്യ എന്നത് 1000 വരെയൊക്കെ ആകാം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രഭുസഭയുടെ അംഗസംഖ്യ എന്നത് 1000 വരെ ആകാം. എന്നാൽ പ്രഭുക്കൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഒരു സമ്മേളനത്തിലോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലോ അവധിയെടുക്കാനും ഇവർക്ക് അനുവാദം നൽകുന്നുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ പ്രഭുസഭയിലെ അംഗങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അതായത് ആദ്യത്തേത് രാജ കുടുംബത്തിലെ അംഗങ്ങളാണ്, രണ്ടാമത്തേത് ലോർഡ് സ്പിരിച്വലും, മൂന്നാമത്തേത് ലോർഡ് ടെമ്പറലുമാണ്. ഓക്കെ, അപ്പോൾ കൂടാണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രഭുസഭ അഥവാ ഹൗസ് ഓഫ് ലോർഡ്സിലെ അംഗങ്ങളിൽ ഏതാണ്ട് 70% ഏറെ പേര് പാരമ്പര്യമായിട്ട് പദവികൾ ലഭിച്ചവരാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ 3 പ്രഭുക്കളാണ് ഉള്ളത്. അതായത് ബ്രിട്ടനിൽ, അതായത് ചാൾസ് രാജകുമാരൻ, അതുപോലെ തന്നെ വെയിൽസിലെ രാജകുമാരൻ, അതുപോലെ തന്നെ ക്ലൗസൻഡറുടെയും അതുപോലെ തന്നെ കെൻറ്റിലെയൊക്കെ പ്രഭുക്കന്മാർ. ഓക്കെ, ഇപ്പോൾ എന്താണ് പ്രഭുസഭയിലെ അംഗങ്ങളെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തേതാണ് രാജ്യ കുടുംബത്തിലെ അംഗങ്ങൾ, അതുപോലെ തന്നെ ലോർഡ് സ്പിരിച്വൽ, അതുപോലെ തന്നെ ലോർഡ് ടെമ്പറലും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ്ട് ഈ പ്രഭുസഭയിലെ 70% അംഗങ്ങൾ അവർക്ക് പാരമ്പര്യമായിട്ട് പദവി ലഭിച്ച ടീംസുകളാണ്. മാത്രമല്ല ഈ ലോർഡ് സ്പിരിച്വലിൽ ഏതാണ്ട് 26 പേരാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കിയാൽ കാൻറ്റർബറിയിലെയും അതുപോലെ തന്നെ ന്യൂയോർക്കിലെയും ആർച്ച് ബിഷപ്പുമാരും, അതുപോലെ തന്നെ ലണ്ടനിലെയും ദർഹാമിലെയും വിഞ്ചസ്റ്ററിലെയും ബിഷപ്പുമാരും, കൂടാണ്ട് ഇംഗ്ലണ്ടിലെ 21 സീനിയർ ബിഷപ്പുമാരൊക്കെയാണ് എന്നിവരാണ് ഈ ലോർഡ് സ്പിരിച്വലിൽ ഉൾപ്പെടുന്നത്. മാത്രമല്ല ഈ ലോർഡ്സ് ടെമ്പറിൽ എല്ലാ പരമ്പരാഗത പ്രഭുക്കളെയും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രത്യേക അവകാശങ്ങളും അതുപോലെ തന്നെ പരിമിതികളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിരവധിയായ പ്രത്യേക അവകാശങ്ങളും പരിമിതികളുമാണ് ഈ ഹൗസ് ഓഫ് ലോർഡ്സിനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സഭാ സമ്മേളനം നടക്കുമ്പോൾ അറസ്റ്റിൽ നിന്നുള്ള ഒഴിവും, അതുപോലെ തന്നെ പൊതുജനങ്ങൾ അതായത് പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ രാജാവിനെ വ്യക്തിപരമായിട്ട് സമീപിക്കുന്നതിലും ഈ പ്രഭുക്കൾക്ക്
അവകാശമുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സഭാ സമ്മേളനം നടക്കുമ്പോൾ അറസ്റ്റിൽ നിന്നുള്ള ഒഴിവും, അതുപോലെ തന്നെ പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ രാജാവിനെ വ്യക്തിപരമായിട്ട് സമീപിക്കുന്നതിലും പ്രഭുക്കൾക്ക് കഴിയും. മാത്രവുമല്ല, സഭയിലെ ഭൂരിപക്ഷത്തിന് എതിരായുള്ള തീരുമാനങ്ങൾ തങ്ങളുടെ പത്രങ്ങളിൽ രേഖപ്പെടുത്താനും ഈ പ്രഭുക്കൾക്ക് അവകാശമുണ്ട്. എന്നാൽ ഈ പ്രഭുസഭയിലെ അംഗങ്ങൾക്ക് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഉണ്ടായിരിക്കുന്നതല്ല. മാത്രവുമല്ല, പൊതുജന സഭയിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ഇവർ യോഗ്യരുമായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഹൗസ് ഓഫ് ലോർഡ്സിലെ അംഗത്തിന്, അതായത് പ്രഭുക്കൾക്ക് ഹൗസ് ഓഫ് കോമൺസിൽ മത്സരിക്കാൻ അവകാശം ഉണ്ടായിരിക്കുന്നതില്ല. ഓക്കെ, എന്നാൽ മേൽപ്പറഞ്ഞ ധാരാളം അവകാശങ്ങൾ അവർക്കുണ്ടായിരിക്കുകയും ചെയ്യും. ഓക്കെ, എന്നാൽ 1963 പിയറിച്ച് ആക്ട് പ്രകാരം ഏതൊരു പരമ്പരാഗത പ്രഭുവിനും തൻ്റെ പ്രഭുത്വം വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് പൊതുജനസഭയിലേക്ക് അഥവാ ഹൗസ് ഓഫ് കോമൺസിലേക്ക് മത്സരിക്കാവുന്നതുമാണ്. മാത്രമല്ല, ഈ പാർലമെൻ്ററി പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രതിഫലവും ഈ പ്രഭുക്കൾക്ക് ലഭിക്കുന്നുമില്ല എന്നത് ഒരു വസ്തുതയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള നിരവധിയായ പ്രത്യേക അവകാശങ്ങളും പരിമിതികളും പ്രഭുക്കൾക്കുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും, സഭാ സമ്മേളനം നടക്കുമ്പോൾ അറസ്റ്റിൽ നിന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ അറസ്റ്റിൽ നിന്നുള്ള ഒഴിവുമുണ്ട്, അതുപോലെ തന്നെ പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ രാജാവിനെ വ്യക്തിപരമായിട്ട് സമീപിക്കുന്നതിലും അദ്ദേഹത്തിന് പ്രഭുക്കൾക്ക് കഴിയും. അതുപോലെ തന്നെ സഭയിലെ ഭൂരിപക്ഷത്തിനെതിരായുള്ള തീരുമാനങ്ങൾ തങ്ങളുടെ പത്രങ്ങളിൽ രേഖപ്പെടുത്താൻ അവർക്ക് കഴിയും. അതുപോലെ തന്നെ പ്രഭുസഭയിലെ അംഗങ്ങൾക്ക് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇല്ല എന്നത് ഇവരുടെ പരിമിതിയാണ്. അതുപോലെ തന്നെ പൊതുജനസഭയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇവർ യോഗ്യരല്ല എന്നതും മറ്റൊരു പരിമിതിയാണ്. ഓക്കെ, എന്നിരുന്നാലും ഏതൊരു പരമ്പരാഗത പ്രഭുവിനും തൻ്റെ പ്രഭുത്വം വേണ്ടെന്ന് വെച്ചിട്ട് ഹൗസ് ഓഫ് കോമൺസിലേക്ക് മത്സരിക്കാവുന്നതുമാണ്. ഓക്കെ, എന്നാൽ ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇവർ പാർലമെൻറ്റിൽ ചെയ്യുമ്പോഴും അവർക്ക് യാതൊരുവിധ പ്രതിഫലവും ലഭിക്കുന്നില്ല. ഓക്കെ, ഈ പ്രഭുസഭയിലെ സംവിധാനവും പ്രവർത്തനത്തെയും പറ്റി പറയുകയാണെങ്കിൽ പാർലമെൻറ്റിലെ ഇരു സഭകളും ഒരേ സമയം വിളിച്ചു കൂട്ടുകയും മാത്രമല്ല ഇവയുടെ പ്രവർത്തനങ്ങൾ ഒരേ സമയം വരെ നിർത്തിവെക്കുകയും ചെയ്യുന്നതിനുള്ള അവകാശം, അതായത് സംവിധാനവും പ്രവർത്തനവും ഇതിങ്ങനെ നിർത്തിവെക്കാനുള്ള അവകാശം പ്രഭുക്കൾക്കുണ്ടായിരിക്കും. മാത്രമല്ല ആഴ്ചയിൽ 4 ദിവസം മാത്രമാണ് പ്രഭുസഭ സമ്മേളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് 70-80 അംഗങ്ങളാണ് സമ്മേളനത്തിന് ഹാജരാകുക. ഓക്കെ, അപ്പോൾ നിയമപ്രകാരം സമ്മേളനം നടത്താൻ ആവശ്യമായ അംഗസംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. എന്നാൽ ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ സഭയിലെ അംഗസംഖ്യ എന്നത് ഒരു 30 അംഗങ്ങൾ ഹാജരായിരിക്കണം സഭയിൽ. ഓക്കെ, എന്തൊക്കെയാണ്? പാർലമെൻറ്റിലെ ഇരു സഭകളും ഒരേ സമയം വിളിച്ചു കൂട്ടുകയും ഇവയുടെ പ്രവർത്തനങ്ങൾ ഒരേ സമയം വരെ നിർത്തിവെക്കുകയും ചെയ്യുന്നതിന് ഇവർക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ 4 ദിവസം മാത്രമാണ് പ്രഭുസഭ സമ്മേളിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണയായിട്ട് 70-80 അംഗങ്ങളാണ് സമ്മേളനത്തിന് ഹാജരാവുക. അതുപോലെ തന്നെ നിയമപ്രകാരം സമ്മേളനം നടത്താൻ ആവശ്യമായ അംഗസംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. എന്നാൽ ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ 30 അംഗങ്ങൾ സഭയിൽ ഹാജരായിരിക്കണം. ഓക്കെ, മാത്രമല്ല ഈ പ്രഭുസഭയിലെ അംഗങ്ങളിൽ ഏകദേശം 70% ആളുകൾ പരമ്പരാഗതമായിട്ട് അവർക്ക് പദവി ലഭിച്ച ആളുകളാണ്. ഈ പ്രഭുസഭയിലെ അംഗസംഖ്യ എന്നത് 1000 വരെ ആകാം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസിനെ അപേക്ഷിച്ചിട്ട് ഹൗസ് ഓഫ് ലോർഡ്സിലെ സംവാദങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സാവകാശമായിരിക്കും. ഓക്കെ, എന്താണ്? പൊതുജനസഭയെ അപേക്ഷിച്ചിട്ട് പ്രഭുസഭയിലെ സംവാദങ്ങൾ വളരെയധികം സ്ലോയും സാവകാശവുമായിരിക്കും. അതുപോലെ തന്നെ ലോർഡ് സ്പീക്കറാണ് ഈ പ്രഭുജനസഭയെ നിയന്ത്രിക്കുന്നത്. അതായത് ഹൗസ് ഓഫ് ലോർഡ്സിനെ നിയന്ത്രിക്കുന്നത് ലോർഡ് സ്പീക്കർ ആയിരിക്കും. മാത്രമല്ല ഈ ലോർഡ് സ്പീക്കറാണ് ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ അഥവാ പ്രഭുജന സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പറ്റിയും ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ 2 സഭകളിലൊന്നായ ഹൗസ് ഓഫ് ലോർഡ്സിനെ പറ്റിയും പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ ഫങ്ഷൻ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യാം. എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.